നിങ്ങൾ ഉണ്ടാക്കുമ്പോഴേ ഒരു 6-7 മുട്ടയെങ്കിലും ഉണ്ടാക്കുക. കാരണം ഞങ്ങൾക്കിത് ടേസ്റ്റ് നോക്കാൻ മാത്രമുള്ളായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മൾ മുട്ട വെച്ചിട്ടൊരു പൊളപ്പനായിട്ടാണ് റെഡിയാക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് 4 വറ്റൽമുളക്, 2 ഇല്ലി കറിവേപ്പില, ഒരു സവാളയുടെ പകുതി, പിന്നെ 3 മുട്ട ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ഇൻഗ്രീഡിയൻറ്റ് കൂടി വേണം. അത് വഴി നമുക്ക് കാണിക്കാം. അപ്പോൾ ചട്ടി വെച്ച് കൊടുത്തു, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി അത് ചൂടായതിനു ശേഷം നമ്മൾ വറ്റൽമുളകും സവാളയും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. സവാളയൊക്കെ ഞങ്ങൾ എടുക്കുന്ന മുട്ടക്കനുസരിച്ച് നമുക്ക് എടുക്കാം. ഞാൻ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പ് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള ഒരു കൂട്ട് ഈ ഒരു ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ആ എണ്ണയോടെയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് ചൂടാറിയതിന് ശേഷമാണ് നമ്മളത് അരച്ചെടുക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു പിടി മല്ലിയില, അതൊക്കെ നമ്മുടെ കൈയളവിലെടുത്താൽ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കട്ടെ. ഒന്ന് ചതച്ച്, അതായത് നന്നായിട്ട് അരിഞ്ഞു പോയിട്ട് ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് അരക്കുന്ന സമയത്ത് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കൂട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇനി പ്രത്യേകിച്ച് പണികളൊന്നുമില്ല കേട്ടോ, ഇതവിടെ കഴിക്കുക തന്നെ. അപ്പോൾ നമ്മുടെ പൊളപ്പൻ മുട്ടക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്നെടുത്ത് കഴിച്ച് നോക്കട്ടെ. ഇതേപോലെ നമ്മളങ്ങോട്ട് കൂട്ടി പിടിച്ചിട്ടാണ് കഴിക്കുക കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കുമ്പോഴേ ഒരു 6-7 മുട്ടയെങ്കിലും ഉണ്ടാക്കുക. കാരണം ഞങ്ങൾക്കിത് ടേസ്റ്റ് നോക്കാൻ മാത്രമുള്ളായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ.